ഇൻ്റെ ആളൊന്ന് നേരത്തെ വന്നാ അത് കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊരു ശ്വാസം മുട്ടല് എന്നുള്ളതല്ലേ, അയിക്കൂടെ ഒന്ന് കുറച്ച് ലേശം കൂടിയിക്കണത് തോന്നുന്നു. അത്ര തന്നെ ഉള്ളു. മുടി കെടുക്കുകയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അമ്മക്ക് മുട്ടിക്ക് പനിയാണ്. ഞാനാ പറഞ്ഞതോളോടെ കുറച്ചേരം കെടുക്കാന്. ഇമ്മാക്ക് പിന്നെ ഇതൊക്കെ ഒരു ശീലമായതുകൊണ്ടേ വലിയ പ്രശ്നമൊന്നുമില്ല. അവൾക്ക് എന്നാ അസുഖം ഇല്ലാത്തത്? നേരത്തിന് വന്നിട്ട് ഉണ്ടാക്കി വെച്ചതേ വെട്ടി വിഴുങ്ങി തിന്നാനേ ഓൾക്ക് ഒരു അസുഖം ഇല്ലല്ലോ. എടിമാന്റെ കുട്ടി ഒന്ന് പതുക്കെ പറ, ഓള് കേൾക്കും. പിന്നെ അതാവും ഇവിടുത്തെ അടുത്ത പ്രശ്നം. ഇമ്മ ആരാണ് ഇങ്ങനെ പേടിക്കണത്? ഇമ്മാന്റെ മകന്റെ ഭാര്യനെ. നൂറൊന്ന് നേരത്തെ വന്നാ എന്താ ബഷീറാക്കടുത്ത പണി നേരത്തെ കഴിഞ്ഞോ? ഇതെന്താ പെണ്ണ് മകന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞത്? പോയോക്കട്ടെ. ഇമ്മാന്റെ കുട്ടി ഒന്നും ഉണ്ടാതെ നിക്ക്. ഇമ്മാക്ക് ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്നുള്ളതിനെക്കാട്ടി ഒരു ഇച്ചിരി ശ്വാസം മുട്ടല് കൂടിയേക്കണ്. അത്ര തന്നെ ഉള്ള. അത് വൈകുന്നേരം ആകുമ്പോത്തിന് മാറിക്കോളും. അതെ, എല്ലാത്തിനെയും മകന്റെ മരുമോളി മുന്നിലേ പഞ്ച പാമ്പോലെ ഇങ്ങനെ നിന്നോളി. ഇമ്മ എന്തിനാ അവൾക്ക് ഇങ്ങനെ വയ്യാതെ വെച്ചുണ്ടാക്കി കൊടുക്കണത്? ഇമ്മ എന്താ അവള് വേലക്കാരിയാണോ? ഇമ്മാക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ഈ മകനും മരുമോളും ഒന്നും ഉണ്ടാവില്ല നിങ്ങളെ നോക്കാന്. ആരുണ്ടാവില്ല നോക്കാന്. ഒരു ഉറുപ്പ്യ പോലെ ആരും ചെലവാക്കില്ല. അപ്പോൾ ഈ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ തന്നെ എന്നോട് മടി പായും വേണം. ആരും നമ്മളെ സഹായിക്കാണ്ടാവില്ല. എപ്പോഴും ജംഷനോട് ഇങ്ങനെ ചോദിക്കാൻ പറ്റുമോ? എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് ഉമ്മ. ആരും നമ്മളെ സഹായിക്കണേനും എല്ലാത്തിനും ഒരു പരിധി ഉണ്ട്. എല്ലാവർക്കും ഉണ്ടാവും കണക്ക്. ഇങ്ങോട്ട് നിൽക്കി, ഞാൻ മോറി തരാ പാത്രം. പണിയൊന്നും ഇല്ല, ഒക്കെ കഴിഞ്ഞിക്കണ്. ഇതിപ്പോ രാവിലത്തെ 2-3 പാത്രങ്ങളാണ്. അതൊക്കെ നിന്ന് മോറാൻ വെച്ചാഞ്ഞിട്ട് ഞാൻ പകുതി അവിടെ ഇട്ടതാണ്. ചോറ് പിന്നെ ഇന്നലെ അലിയാക്കാടുന്ന് കിട്ടിയ ചോറ് ഞാൻ ലേസം ചൂടാക്കിയെന്ന്. അവര് കുറച്ച് ബിരിയാണി കൊടുന്നു തന്നില്ല. അതുകൊണ്ട് കയ്യാന്ന് വിചാരിച്ച് അതൊന്ന് മോരി ചളച്ചി.